ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ, ക്യാബേജ് തോരനാണ്. പിന്നെ ക്യാബേജിന്റെ ഒരു ചൊവയുണ്ട്, ഒരു പച്ചച്ചൊവ. അതെല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് മാറുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ ടേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി അവര് പല കാര്യങ്ങൾ ആഡ് ചെയ്താണ് തയ്യാറാക്കുന്നത്. നിങ്ങളോർക്കും ഇപ്പം ഞാൻ എന്ത് ചെയ്യുവാന്ന്. എനിക്കിവിടെ കിട്ടുന്ന തേങ്ങ ചിരുകിയത് കുറച്ച് വലിയ പീസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ ഒന്ന് കത്തിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയതിന് ശേഷമേ തോരനിൽ ആഡ് ചെയ്യാറുള്ളൂ. അത് കാരണം ആദ്യമേ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റ് വൃത്തിയാക്കി കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ക്യാബേജ് തോരൻ അരിയുന്ന രീതിയിൽ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണക്കക്കൊഞ്ചാണ്, അത് നല്ലപോലെ വറുത്തിട്ട് വൃത്തിയാക്കി കഴുകി ഒന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് എരിക്കുള്ള പച്ചമുളക്, ഒരു ചെറിയ സവാള, ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. ആദ്യമേ തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിന്റെ കടായിയാണ് വെച്ചിരിക്കുന്നത്. അത് അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലാത്ത വിഷമാണ് നോൺ സ്റ്റിക്കിന്റെ പാത്രം വിഷമായ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ അങ്ങനെ ഒത്തിരി ചൂടാകുമ്പോഴുള്ള ആ പുക തട്ടുമ്പോഴാണ് വിഷാംശം ഉണ്ടെന്നുള്ളത് പറയുന്നത്. അപ്പൊ അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ആവശ്യത്തിനുള്ള, നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ കടുക് പൊട്ടിച്ചാണല്ലോ തോരൻ വെക്കാറുള്ളത്. അതുപോലെ കടുക് ഇട്ടൊന്ന് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പച്ചമുളക് ഒരു മണം ഉണ്ടല്ലോ, അത് മാറുന്നതിന് വേണ്ടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ക്യാബേജും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്യാബേജിന് ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു മണം പോകുന്നതിന് വേണ്ടി ഒന്ന് വഴറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ്. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും കൂടെ ഇടുകയാണ്. ഒത്തിരി അങ്ങ് വഴലുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ. ക്യാബേജ് ഒരുപാട് അങ്ങ് വഴലണ്ട, അതിന് മുമ്പ് തന്നെ ക്യാരറ്റും കൂടെ ആ കൂട്ടത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തുറന്ന് വെച്ച് തന്നെയാണ് ഞാനിത് ഇളക്കുന്നത് കേട്ടോ. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ക്യാബേജിൻ്റെ ആ ഒരു പച്ചമണം മാറണം. നമ്മൾ അടച്ചു വെച്ചാൽ ആ ഒരു പച്ചമണം അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടാണ് ഞാൻ ഇളക്കുന്നത്. ഇളക്കി അങ്ങനെ തന്നെ ഇളക്കി ഏകദേശം ഒരു വഴലുന്ന പരുവം വരെ ഇങ്ങനെ ഇളക്കുകയാണ് കേട്ടോ, തുറന്ന് തന്നെ വെച്ച്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കൊത്തി ഇങ്ങനെ ഒന്ന് വെക്കുക. അന്നേരവും ഞാൻ അടയ്ക്കുന്നില്ല കേട്ടോ. ആ ഒരു ആവിക്കിരുന്ന് അത് ഒരുവിധം വഴന്നു വരും. അതിന് കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നടുഭാഗം ഇച്ചിരി ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചുകൂടി ഇതിനകത്ത് വെക്കുകയാണ്. ഇതിനകത്തോട്ട് നടുഭാഗത്തായിട്ട് ഇട്ടിട്ട് ഇത് പിന്നീട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂടി ഇങ്ങനെ അങ്ങ് വെക്കും. കാര്യം ആ ആവിക്ക് കൊഞ്ചിൻ്റെ ഇങ്ങനെ ഒന്ന് ആവി പിടിച്ച് ചൂടായിട്ട് വരുമ്പോൾ കൊഞ്ചിൻ്റെ ഒരു ആവി മണം ഉണ്ടല്ലോ, കൊഞ്ചിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റും മണമുണ്ട്. അത് ഈ ക്യാബേജിലും ക്യാരറ്റിലും കൂടെ നല്ലതുപോലെ ഒന്നാകുന്നതിന് വേണ്ടി ഒന്ന് കൊത്തി വെച്ചതിന് ശേഷം കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഒരുപോലെ ഒന്ന് ചെക്കി നമ്മൾ തോർത്തിയെടുക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ ഒന്ന് വെക്കുകയാണ്. തുറന്ന് വെച്ച് തന്നെ. കാര്യം ഇനി ഞാനിത് അടച്ചു വെക്കുന്നില്ല, കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തന്നെ ഇളക്കി തന്നെ ഇരിക്കുകയാണ്. തുറന്ന് വെച്ച് തന്നെ എപ്പോഴും ക്യാബേജ് വഴറ്റുന്നതാണ് നല്ലത്. അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയാണ്. ഒരു പച്ച മണം വരും ക്യാബേജിന്, അത് മാറുന്നതിന് വേണ്ടിയാണ്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചെക്കി വഴറ്റി ഒന്ന് ഒഴിച്ചിട്ട് പിന്നീട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അധികം സമയം ഞാൻ അടച്ചു വയ്ക്കുന്നില്ല. കാര്യം എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും ആ കൊഞ്ചിൻ്റെ ഒരു മണം സ്മെല്ല് ഈ ക്യാബേജിലും ക്യാരറ്റിലും പിടിക്കുന്നതിന് മാത്രം ഒന്ന് അടച്ചിങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. ഇപ്പോഴേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ചേർത്തിട്ടില്ല. നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് സാധാരണയായിട്ട് ഞാൻ തോരന് ആദ്യം തേങ്ങ അങ്ങനെ ചേർക്കാറില്ല. കാര്യം ആദ്യം ചേർത്ത് നമ്മൾ ഇളക്കി എല്ലാം കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. തേങ്ങയുടെ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ കിട്ടുന്നത്, അതങ്ങ് മാറിപ്പോകും. അത് കാരണം ഞാൻ കുറച്ച് വേവാകാറായി കഴിയുമ്പോൾ മാത്രമേ തേങ്ങ ചേർക്കത്തുള്ളൂ. ഈ സമയത്ത് അതിൽ തേങ്ങ ചേർക്കുകയാണ്. ഇനി ഞാൻ അടച്ചു വയ്ക്കത്തേ ഇല്ല കേട്ടോ. ഇനിയും ഇത് നമ്മൾ സാധാരണ ചിക്കി തോർത്തിയെടുക്കുക എന്ന് പറയുമല്ലോ, ഇതിലുള്ള ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുന്നത്, ആ രീതിയിലൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ ഈ തോരനിലേക്ക് തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ,
അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ തേങ്ങയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഈ തോരന് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ചെക്കി വെച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഇങ്ങനെ ആക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് തോരൻ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്യാബേജ് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.